ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പിൽ സ്റ്റാറ്റസുകൾ വെക്കാറുണ്ട് അല്ലെ? പക്ഷെ നമുക്ക് ഈ ന്യൂ ഇയറിന് ക്രിസ്മസ് ന്യൂ ഇയർ അടുത്ത് വരികയാണ്. അപ്പൊ ഈ ന്യൂ ഇയറിന് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്റ്റാറ്റസ് നമ്മുടെ സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ന്യൂ ഇയറിന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൽ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ ഈ ന്യൂ ഇയറിന് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ വരാൻ സാധ്യത വളരെ കുറവാണ്. പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്സപ്പിലേക്ക് കയറാൻ പറ്റും അല്ലെ? വാട്സപ്പിൽ ഏറ്റവും താഴെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ അപ്ഡേറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ന്യൂ ഇയറിന് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വളരെയധികം ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്റ്റാറ്റസ് ഒക്കെ കാണാൻ സാധിക്കും അല്ലെ? അപ്പൊ നമ്മൾ മുകളിൽ എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് വെക്കുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് കാണാം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, മ്യൂസിക്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണുന്നത് ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഒരു സ്റ്റാറ്റസ് തന്നെ നമുക്ക് 4 5 മാക്സിമം 6 ഫോട്ടോ വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 6 ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചു തരാണ്. അപ്പോൾ 6 ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. 1 2 3 4 5 6 എണ്ണം. നിങ്ങൾക്ക് 4 എണ്ണോ 2 എണ്ണോ എത്ര എണ്ണം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മാക്സിമം 6 എണ്ണമാണ് ഇതിൽ എലോ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ താഴെ കാണിക്കേണ്ട. അതിനുശേഷം ഇവിടെ ഗ്രീൻ ടിക്ക് കാണിക്കുന്നുണ്ട്. അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ 6 ഫോട്ടോ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് റീസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ ചെറിയ രീതിയിലേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന്റെ പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ശേഷം മുകളിൽ ഡണ്ണ് കൊടുക്കാം. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആ ലേഔട്ടിൽ 2 എണ്ണം വെക്കാം, 3 എണ്ണം വെക്കാം. കണ്ടില്ലേ, ഏത് രീതിയിൽ വേണം വെക്കാം. ഞാൻ ഏറ്റവും കൂടുതലായിട്ടുള്ള 6 നമ്പേഴ്സ് ഞാൻ വെക്കുകയാണ്. 6 എണ്ണം വെച്ചതിന് ശേഷം ഞാൻ ഡണ്ണ് കൊടുത്തു. ഡണ്ണ് കൊടുത്താലാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ വരിക. ഡണ്ണ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ കണ്ടില്ലേ, 2016 ഇവിടെ താഴെയായിട്ട് നമുക്ക് കണ്ടോ ആഡ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. ആ ആഡ് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ 2026 എന്നുള്ള സ്റ്റിക്കർ വരുന്നുണ്ട്. അതിന്റെ മേലെ, ആ സ്റ്റിക്കറിന്റെ മേലെ നമുക്കൊന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ അടിപൊളി ഒരു ഓപ്ഷനാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നവിടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മ്യൂസിക് കൊടുക്കുന്ന ഓപ്ഷൻ കണ്ടില്ലേ, ആ മ്യൂസിക് കൊടുക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മ്യൂസിക് കൂടി കൊടുത്താൽ ഹാപ്പി ന്യൂ ഇയറിന്റെ മ്യൂസിക് കൂടി കൊടുത്തതിന് അടിപൊളി സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും.